ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ പ്രതി ഹമീദ് കുറ്റക്കാരൻ. തൊടുപുഴ മുട്ടത്തുള്ള അഡീഷണൽ ജില്ലാ കോടതിയാണ് ഹമീദിനെ കുറ്റക്കാരനായി കണ്ടെത്തിയത്. ശിക്ഷാവിധി 30-ന് പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി ജോസിൽ ചേരുന്നുണ്ട്. ജോസിൽ, ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്തിരിക്കുകയായിരുന്നു പ്രതി. അപ്പോൾ പ്രതിയുടെ ഇനി 30-ാം തീയതിയാണ് ഇത്തരത്തിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും മകന്റെ ഭാര്യയെയും 2 കൊച്ചുമക്കളെയും തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ആലിയക്കുന്നിൽ ഹമീദ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിക്കുള്ള ശിക്ഷാവിധി ഈ 30-ാം തീയതി, അതായത് നാളെ കഴിഞ്ഞ് കോടതി പറയും. തൊടുപുഴ മുട്ടം 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ആഷ് കെ ബാലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വിധി പറഞ്ഞിരിക്കുന്നത്. 2022 മാർച്ച് 19-ന് ശനിയാഴ്ച പുലർച്ചെ 12:30-നാണ് ഈ ആലിയക്കുന്നേൽ ഹമീദ് എന്ന് പറയുന്നയാൾ ഈ അരിങ്കൊല നടത്തിയത്. മകൻ ഷിബു എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഫൈസൽ, മകന്റെ ഭാര്യ ഷീബ, പെൺമക്കളായ മെഹറിൻ, അസ്ന എന്നിവരെ ജനൽ വഴി കിടപ്പുമുറിയിലേക്ക് പെട്രോൾ നിറച്ച കുപ്പി എറിഞ്ഞ് തീ കൊളുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അർദ്ധരാത്രി ഫൈസലും ഭാര്യയും മക്കളും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം കിടപ്പുമുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി പെട്രോൾ കുപ്പികൾ തീ കൊളുത്തി ജനൽ വഴി അകത്തേക്ക് എറിയുകയായിരുന്നു. നിലവിളിയും പൊട്ടിത്തെറി ശബ്ദവും കേട്ട് ഉറക്കമുണർന്ന് അയൽവാസികൾ അകത്തേക്ക് ഓടിയെത്തിയെങ്കിലും അവർക്ക് അകത്തേക്ക് കടക്കാനായില്ല. 4 പേരും മുറിക്കുള്ളിൽ വെന്ത് മരിക്കുകയായിരുന്നു. പ്രതിയുടെ പ്രായം പരിഗണിക്കാതെ പരമാവധി പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ പ്രതി ഹമീദ് കുറ്റക്കാരൻ. തൊടുപുഴ മുട്ടത്തുള്ള അഡീഷണൽ ജില്ലാ കോടതിയാണ് ഹമീദിനെ കുറ്റക്കാരനായി കണ്ടെത്തിയത്. ഒരു കുടുംബത്തിലെ 4 പേരെയാണ് ഹമീദ് കൊലപ്പെടുത്തിയത്. ശിക്ഷാവിധി ഈ മാസം 30-ന് പ്രഖ്യാപിക്കും. ജോസൽ സെബാസ്റ്റ്യനാണ് ഇടുക്കിയിൽ നിന്നും വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത്.